നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അങ്ങനെ ലൈവായി നിൽക്കുകയാണ്. ഓരോ ദിവസവും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായുള്ള വാർത്ത വായിക്കുന്നു. ആ ദിവസം അവസാനിക്കുന്നതും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത വായിച്ചു തന്നെയാണ്. അതാണിപ്പോൾ ഞങ്ങളുടെ ഒരവസ്ഥ. കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയുന്നുണ്ടാവും അതൊക്കെ. ഇന്നിപ്പോൾ ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് ഇന്നിപ്പോൾ പരിഗണിക്കുന്നത്. SP ശശിധരൻ നേരിട്ട് ഹാജരായാണ് ഈ ഇടക്കാല റിപ്പോർട്ട്. അത് 4ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് ഇത് സമർപ്പിക്കുന്നതെന്ന പ്രത്യേകതയൊക്കെയുണ്ട് ഇന്നത്തെ ഇത്. ഡിസംബർ 3 ഇതിന് മുമ്പ് കേസ് പരിഗണിച്ചത് കോടതി. അന്ന് CPM നേതാവ് പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷമുള്ള മെല്ലെപ്പോക്കിനെയൊക്കെ ഏറെ വിമർശിച്ചിരുന്നു കോടതി. വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ കോടതി ചോദ്യം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് ഇന്ന് വയ്ക്കുന്ന റിപ്പോർട്ട് കുറ്റമറ്റതാവാൻ ഒരു ശ്രമം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനാണ് സാധ്യത. നോക്കാം, വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ചൊക്കെ അറിയാനാവും. ഒപ്പം അമേരിക്ക തടവിലാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ ഇന്ന് US ഫെഡറൽ കോടതിയിൽ ഹാജരാക്കുകയാണ്. ലഹരി കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി നടപടി ഉണ്ടാവുക. ലോകം ഉറ്റുനോക്കുകയാണ് മാൻഹട്ടിലേക്ക്. ഒപ്പം വെനസ്വേലയുടെ ദൈനംദിന ഭരണത്തിന് അമേരിക്കയ്ക്ക് പദ്ധതിയില്ല എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. യോഗ്യതയുള്ള ഒരു നേതാവിനെ കണ്ടെത്തും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പരാമർശത്തിന് വിരുദ്ധമാണ് ഈ മാർക്കോയുടെ ഈ പുതിയ പരാമർശം. അങ്ങനെ ഒട്ടേറെ വിവരങ്ങൾ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. മറ്റു വാർത്തകളുമുണ്ട്, അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തനെയും ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങളും കൈമാറും. സമർപ്പിക്കുന്നത് 4ാമത്തെ ഇടക്കാല റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് കർമ്മ പദ്ധതി മിഷൻ 2026 വയനാട്ടിലെ ക്യാമ്പിൽ ഇന്ന് അവതരിപ്പിക്കും. അടുത്ത മാസം ആദ്യ ആഴ്ചയോടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. സർക്കാരിനെതിരായ സമരപരിപാടികൾ ഇന്ന് സമാപിക്കുന്ന ക്യാമ്പിൽ തീരുമാനിക്കും. തന്ത്രങ്ങൾ വിലയിരുത്താൻ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗം കോഴിക്കോട്ട് ഇന്ന്. അമേരിക്ക ബന്ദിയാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ ഇന്ന് മാൻഹട്ടിലെ ജില്ലാ കോടതിയിൽ ഹാജരാക്കും. വിചാരണ നേരിടേണ്ടത് 2026 രജിസ്റ്റർ ചെയ്ത 6 മയക്കുമരുന്ന് കേസുകളിൽ. രാജ്യം സാമ്രാജ്യത്വത്തിന്റെ കോളനിയാകില്ലെന്ന് വെനസ്വേലൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ. കോഴിക്കോട് കോട്ടൂളി തണ്ണീർത്തടത്തിൽ കൂറ്റൻ കെട്ടിടം നിർമ്മിച്ചത് താൽക്കാലിക ഷെഡ് നിർമ്മിക്കാനുള്ള അനുമതിയുടെ മറവിൽ. രേഖകൾ പുറത്ത്. സരോവരം ഡ്രീം സിറ്റിയിൽ നിർമ്മാണം അനുവദിക്കാനാവില്ല എന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടും കെട്ടിടം പണിതു. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് ജയം. ബെറ്റിസിനെ തോൽപ്പിച്ചത് 1-നെതിരെ 5 ഗോളുകൾക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി പോരാട്ടം സമനിലയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. SP ശശിധരൻ നേരിട്ട് ഹാജരായാണ് 4ാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ജനുവരി 17 അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമലേഖകൻ അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ഇന്നിപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഇതിപ്പോൾ 4ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ്. ഡിസംബർ 3 ആണല്ലോ മുൻപ് കോടതി ഈ കേസ് പരിഗണിച്ചത്. അന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? SIT ഏതായാലും റിപ്പോർട്ട് കുറ്റമറ്റതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. എങ്ങനെ കാണാം നമുക്ക് ഈ റിപ്പോർട്ടിനെ? മയ, ഇന്ന് പ്രത്യേക അന്വേഷണം നൽകുന്ന 4ാമത്തെ റിപ്പോർട്ട്, അതും ഇടക്കാല റിപ്പോർട്ട് തന്നെയാണ്. ഹൈക്കോടതി സമയബന്ധിതമായി അന്വേഷിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തെങ്കിലും ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതായത് ദേവസ്വം ബെഞ്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കുന്നുണ്ടാവാം. ഈ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയാൻ നിർവാഹമില്ല. കാരണം ചേംബറിൽ രഹസ്യമായി തന്നെ വിളിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് നേരിട്ടാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം കൊടുക്കുന്നത്.
അവിടെ അഭിഭാഷകർക്ക് പോലും പ്രവേശനമില്ലാത്ത ഒരു രീതിയിലാണ് ഈ പറയുന്ന കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. കഴിവതും ഈ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കണമെന്ന് മാധ്യമങ്ങളോടും ഹൈക്കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണം വഴിമുട്ടിയെന്ന് വ്യാപകമായ വിമർശനം, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശങ്കർദാസിൽ മുട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഇപ്പോൾ കൊച്ചി പോലീസ് കമ്മീഷണർ കൂടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അന്വേഷണം വഴിമുട്ടുന്നു. സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം കൊണ്ട് തന്നെ ഇവർ പ്രത്യേക അന്വേഷണ സംഘം ആ വിമർശനം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം കൂട്ടുത്തരവാദിത്തം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ആ വഴിക്കുള്ള അന്വേഷണം പൂർണ്ണമായി നടത്തിയിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ വിദേശ ഇടപാടുകൾ നടന്നിട്ടില്ല, അങ്ങനെ അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല എന്നൊക്കെ പറയുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആ സമയം ആ ഒരു രീതിയാണ് പ്രത്യേക അന്വേഷണം സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഹൈക്കോടതി ഇത് CBI അന്വേഷണത്തിന് വിടും. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യകത അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഹർജി നൽകിയിട്ടുള്ളത്. വിദേശ ബന്ധങ്ങൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് വിഗ്രഹം കടത്തി എന്നുള്ള ആരോപണം നിഴലിക്കുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ തന്നെ ഇതിൽ സംസ്ഥാനാന്തര ബന്ധങ്ങൾ വന്നപ്പോൾ തന്നെ ഇതിൽ അന്വേഷണം CBI കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു സംസ്ഥാനത്തിന്റെ പോലീസിന് പരിമിതികളുണ്ട് എന്ന് മാത്രമല്ല, സംസ്ഥാന പോലീസിനെ പലതരത്തിൽ സ്വാധീനിക്കുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നും, കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങളാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയിൽ വിശദമായ ഒരു വാദം കഴിഞ്ഞതാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘം വഴിമുട്ടിയ രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇന്ന് നൽകുന്നതെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ ഈ കേസ് CBIക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും. രാജേഷ്, ഒരു സംശയം, ഈ SIT അന്വേഷണം ആരംഭിച്ചതിന് ശേഷം കോടതിക്ക് മുന്നിൽ പല കാര്യങ്ങളും വരുമ്പോഴൊക്കെ കോടതി എപ്പോഴും സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ കൂടി തേടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ CBI അന്വേഷണം വേണമെന്ന ഹർജിയൊക്കെ ഉണ്ട്. അത് പരിഗണിക്കുന്നതിന് മുമ്പ് സർക്കാർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ ശ്രമിക്കില്ലേ കോടതി? അതുപോലെ തന്നെ SITയുടെ ഭാഗത്തു നിന്നും കേൾക്കില്ലേ? ഈ SIT ആയാലും സർക്കാർ ആയാലും CBI അന്വേഷണത്തെ താല്പര്യം കാണിക്കുന്നേ ഇല്ലതാനും. അത് കോടതി വളരെ ബുദ്ധിപരമായി തന്നെയാണ് ഈ സർക്കാരിന്റെ ഭാഗം കൂടി കേട്ടിട്ട് തീരുമാനിക്കാൻ പറയുന്നത്. പ്രധാനമായും ED അന്വേഷിക്കാൻ EDയുടെ ഒരു ഹർജി വന്നപ്പോഴാണ് സർക്കാരിന്റെ ഭാഗം കൂടി കേട്ടേക്കൂ എന്ന് കോടതി പറഞ്ഞത്. അത് മറ്റൊന്നും കൊണ്ടല്ല, സർക്കാരിന്റെ ഭാഗം, അതായത് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാർ, സ്റ്റേറ്റ്, അതിനെതിരെയാണല്ലോ ഹർജികൾ വരുന്നത്. അപ്പോൾ ഒരു ഭാഗം മാത്രം കേട്ട് കോടതി ഏകപക്ഷീയമായി നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ് ഇവർ സുപ്രീം കോടതി പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ആ ഭാഗം കൂടി കേട്ട്, സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയും, അതുകൂടി കേട്ട ശേഷം ഉത്തരവ് പാസ്സാക്കുക. എന്നിട്ട് EDക്ക് എല്ലാ രേഖകളും ലഭ്യമായല്ലോ. താഴെ കോടതിക്ക് കൊടുത്ത, അതായത് വിജിലൻസ് കോടതിക്കും മജിസ്ട്രേറ്റ് കോടതിക്കൊക്കെ കൊടുത്ത നിർദ്ദേശമാണത്. സർക്കാരിന്റെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത് അതൊരു സ്വാഭാവിക നീതിയാണ്. ആ നാച്ചുറൽ ജസ്റ്റിസ് പാലിക്കുവാൻ ഹൈക്കോടതി പ്രത്യേകം നിർദ്ദേശിക്കുന്നതാണ്. കാരണം നാളെ ഒരിക്കൽ ഞങ്ങളെ കേൾക്കാതെ ഈ രേഖകൾ കൊണ്ടുപോയി എന്ന് സർക്കാർ ഒരു വാദം ഉന്നയിച്ചു വരരുത്. അതിനുവേണ്ടിയാണ് കോടതി സർക്കാരിന്റെ ഭാഗം കൂടി കേട്ടേക്കൂ എന്ന് പറയുന്നത്. അതല്ലാതെ സർക്കാരിന്റെ അഭിപ്രായം അറിയാനല്ല. സർക്കാർ സാധാരണഗതിയിൽ ഇതിനെ എതിർക്കാറാണ് പതിവ്. ഇപ്പോഴും പ്രത്യേക അന്വേഷക CBI അന്വേഷണത്തിന്റെ അവരുടെ നിലപാട് തേടിയാൽ ചിലപ്പോൾ എതിർത്തേക്കാം. അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന്. അതെല്ലാ അന്വേഷണ ഏജൻസിയും പ്രോസിക്യൂഷനും സർക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതുകൂടി കേട്ട ശേഷമാണ് ഹൈക്കോടതി അല്ലെങ്കിൽ മറ്റു കോടതികൾ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതൊരു സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയും, രണ്ടുപേരെയും കേട്ട ശേഷമുള്ള ഓർഡർ എന്ന് പറയും. അതുകൊണ്ട് തന്നെ മേൽക്കോടതി, അല്ല സുപ്രീം കോടതിയിലേക്ക് ചെന്നാൽ ഇത് നിങ്ങളെ അത് കേട്ടതല്ലേ എന്നുള്ള ഒരു നിലപാട് കോടതിക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സർക്കാരിനെ കൂടി കേൾക്കാം എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടി, മുൻപ് വെച്ച 3 ഇടക്കാൽ റിപ്പോർട്ട്, ഇന്നിപ്പോൾ 4ാമത്തെ ഇടക്കാൽ റിപ്പോർട്ടാണ് വെക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ട കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഞാനങ്ങനെ ചോദിക്കാൻ കാരണം, പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വെക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇന്നത്തേത്. തീർച്ചയായും അത് ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് സമയബന്ധിതമായി ഘട്ടം ഘട്ടമായി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഓരോ റിപ്പോർട്ട് വരുമ്പോഴും പ്രത്യേക അന്വേഷണ സംഘം പുതിയ കണ്ടെത്തലുകൾ എത്തിക്കുമ്പോൾ ദേവസ്വം ബെഞ്ച് നേരിട്ട് ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശം കൊടുക്കുന്നുണ്ടാവാം. തീർച്ചയായും ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും വരുന്ന റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷം തുടർ അന്വേഷണത്തിനുള്ള, അല്ലെങ്കിൽ വീണ്ടും ഇനി ഏതൊക്കെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശം ഹൈക്കോടതി ഉണ്ടാവാം എന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം അത് രഹസ്യമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ
ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രത്യേക അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അന്വേഷണം വഴിമുട്ടി എന്നുള്ള 2 സിംഗിൾ ബെഞ്ചിന്റെ പ്രത്യേക വിലയിരുത്തലുകളുണ്ട്. ഈ വിലയിരുത്തലുകളും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് പരിഗണിക്കേണ്ടി വരും, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ആ ഒരു കാര്യം ചിന്തിക്കേണ്ടി വരും. കാരണം ഒരു ജാമ്യം നിഷേധിച്ച ബെഞ്ച് ആണ് ആദ്യത്തെ രൂക്ഷമായ വിമർശനം ഉത്തരവായിട്ട് ഇറക്കിയത്. അത് ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിനെതിരെയുള്ള ഉത്തരവായിട്ട് തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് നമ്മൾ അന്ന് വാർത്തയിൽ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോൾ ഭരണകക്ഷിയിലെ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഡിവിഷൻ ബെഞ്ചിനെതിരെയുള്ള സിംഗിൾ ബെഞ്ചിന്റെ പരാമർശമായിട്ട് വിലയിരുത്തേണ്ടി വരുമെന്നുള്ളത് ഇത് അന്ന് വാർത്ത പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സിംഗിൾ ബെഞ്ചും ഇതുപോലെ ഈ വെക്കേഷൻ ബെഞ്ച് ജാമ്യം ഹർജി പരിഗണിക്കാതെ മാറ്റിയപ്പോൾ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ 2 ബെഞ്ചിന്റെ വിവിധ ഈ പരാമർശങ്ങൾ തീർച്ചയായും ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള SIT അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയാണ്. കോടതിയിൽ വെക്കട്ടെ. രാജേഷിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് കർമ്മ പദ്ധതി മിഷൻ 2026 വയനാട്ടിലെ ക്യാമ്പിൽ ഇന്ന് അവതരിപ്പിക്കും. അടുത്ത മാസം ആദ്യ ആഴ്ചയോടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. സർക്കാരിനെതിരായ സമരപരിപാടികളും തീരുമാനിക്കും. ക്യാമ്പിന് ഇന്ന് സമാപനം. തന്ത്രങ്ങൾ വിലയിരുത്താൻ ലീഗ് സംസ്ഥാന നേതൃയോഗവും കോഴിക്കോട്ട് ഇന്ന് നടക്കും. പ്രശാന്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ കർമ്മ പദ്ധതി മിഷൻ 2026 വയനാട്ടിലെ ക്യാമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. എങ്ങനെ കാണാം ഈ മിഷൻ 2026-നെ? സ്വപ്ന, കൃത്യമായ പദ്ധതികളോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഇപ്പോൾ UDF-ഉം കോൺഗ്രസും തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ഐക്യമാണ് മുന്നണിക്കുള്ളത്. അത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ്. ആ സമയത്ത് മുതൽ കോൺഗ്രസിൽ UDF-ൽ വലിയ ഐക്യമുണ്ട്. ആ ഐക്യം ഒന്നിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം പോലെ തന്നെ വലിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത് നേടിയെടുക്കാമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി അവതരിക്കേണ്ടതില്ല എന്നുള്ളത് വ്യക്തമാക്കിയത്. നമുക്കറിയാം, മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയൊക്കെ പേര് ഉയർന്നു വന്നൊരു പശ്ചാത്തലം, അവർക്കെതിരെയൊക്കെ ഫ്ലെക്സുകൾ വരുന്നു, പോസ്റ്ററുകൾ വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു നിലപാടിലേക്കൊക്കെ തന്നെ നേതൃത്വം. അത് ഹൈക്കമാൻഡിന്റെ കൃത്യമായ നിർദ്ദേശമാണ്. ഡൽഹിയിൽ അടക്കം KC വേണുഗോപാൽ പറഞ്ഞതും അത് തന്നെയാണ്. പലപ്പോഴും നേതാക്കളോടാണ് തനിക്ക് അഭ്യർത്ഥന ഉള്ളത്. അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 85 സീറ്റ് ഉറപ്പായും നേടാവുന്നൊരു കണക്കിലേക്കാണ് UDF എത്തി നിൽക്കുന്നത്. അതിൽ തന്നെ 40 സീറ്റുകൾ, മധ്യകേരളത്തിലെ 40 സീറ്റുകൾ ഉറപ്പെന്നവർ വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ നല്ല വിജയമാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ തവണത്തെ കണക്കിൽ അത് അത്ര മെച്ചമായിരുന്നില്ല. എറണാകുളത്തും മലപ്പുറത്തും മാത്രമാണ് UDF-ന് മേൽക്കൈ ഉണ്ടായിരുന്നത്. 14 സീറ്റ് കഴിഞ്ഞ തവണ എറണാകുളത്ത്, അതായത് 14 സീറ്റ് ആകെയുള്ളതിൽ 9 ഇടത്ത് UDF ജയിക്കുന്നു, 5 ഇടത്ത് LDF ജയിക്കുന്നു. മലപ്പുറത്തും സമാനമായ രീതിയിൽ തന്നെ നല്ല നേട്ടമുണ്ടാക്കാൻ 16-ൽ 12 സീറ്റും UDF നേടുന്നു. പക്ഷേ ബാക്കി സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു മേൽക്കൈ LDF-ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ എടുത്തു നോക്കിയാൽ 13 സീറ്റാണ് തൃശ്ശൂരുള്ളത്. അതിൽ 1 സീറ്റ് മാത്രം UDF ജയിക്കുന്നു. ഇടുക്കിയിലേക്ക് പോയാൽ സമാനമായ രീതിയിൽ 5-ൽ 4 സീറ്റ് LDF ജയിക്കുന്നു. ആലപ്പുഴയിൽ ഉള്ളതിൽ 9 സീറ്റിൽ 8ഉം LDF ജയിക്കുന്നു. 1 സീറ്റ് രമേശ് ചെന്നിത്തലയുടെ സീറ്റ് മാത്രമാണ് ജയിക്കുന്ന, ഒരു ഹരിപ്പാട് മാത്രം ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിലൊക്കെ തന്നെ വലിയ മാറ്റം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ 4 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ പാലക്കാട് 16 സീറ്റും, എല്ലാ സീറ്റും വിജയിക്കാൻ കഴിയും. എറണാകുളത്ത് 12 സീറ്റാണ്, 2 സീറ്റ് മാത്രം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. പത്തനംതിട്ടയിൽ 5, കൊല്ലത്ത് 6, തിരുവനന്തപുരത്ത് 4 എന്നിങ്ങനെയാണ് ഉറച്ച ഒരു സീറ്റുകളുടെ കണക്കായി ഇപ്പോൾ UDF കണക്കാക്കുന്നത്. അതായത് ഇതേ രീതിയിൽ, ഇതേ ആവേശത്തോടെ, ഇതേ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ കൃത്യമായി തന്നെ വിജയിക്കാൻ കഴിയും. മറ്റൊന്ന്, പ്രകടന പത്രിക രൂപം നൽകുക എന്നുള്ളതാണ്. ഏതൊക്കെ ആയിരിക്കണം തെരഞ്ഞെടുപ്പിന്റെ അജണ്ട, പ്രചാരണ വിഷയങ്ങൾ, അത് സംബന്ധിച്ചുള്ള കൃത്യമായൊരു മുന്നേറ്റവും ഒപ്പം തന്നെ അതിന്റെ നീക്കങ്ങളും ഒക്കെ തന്നെയാണ് ധാരണയാണ് ഇന്നുണ്ടാവുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് സംബന്ധിച്ചുള്ള ധാരണകളും ഒപ്പം തന്നെ പദ്ധതികളും പ്രഖ്യാപിക്കും. ഇന്നലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ യോഗത്തിൽ തന്നെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഈ ചർച്ചകൾക്ക് ശേഷം സംസാരിക്കും എന്നുള്ളതാണ്. അതായത് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ തീരുമാനമെടുത്ത് അത് സംബന്ധിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് എന്ന നിലയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അവതരിപ്പിക്കും. ആദ്യഘട്ടത്തിൽ, അതായത് ജനുവരിയിൽ നിലവിൽ
ഈ തൊഴിലുറപ്പ് പദ്ധതിയും മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് AICC നിർദ്ദേശപ്രകാരമാണ്. ആ ശ്രദ്ധയിലേക്കായിരിക്കും ജനുവരിയിൽ പോകുക. ജനുവരി അവസാനത്തോടെ ഫെബ്രുവരി ആദ്യവും അതിന് സമര പരിപാടിയുണ്ട്. അതിന് മണ്ഡലം കേന്ദ്രീകരിച്ച് ആ പരിപാടികൾ മുന്നോട്ട് പോകും. അതേ സമയത്ത് തന്നെ പ്രശാന്ത്, മറ്റൊന്ന്, ഈ തന്ത്രങ്ങൾ വിലയിരുത്താൻ ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ഇന്നില്ലേ കോഴിക്കോട്? UDF ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില ശ്രമങ്ങൾ, ചില നീക്കങ്ങളൊക്കെ തന്നെയുണ്ട്. ആ ശ്രമങ്ങൾ അതേ രീതിയിൽ തന്നെ പോകട്ടെ എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും ലീഗിനെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അത് KC വേണുഗോപാൽ ഇന്നലെ ആ യോഗത്തിൽ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ്. 10 വർഷമായി സംസ്ഥാനത്ത് ഭരണമില്ല. കേന്ദ്രത്തിലും സമാനമായതിൽ 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും, അതായത് അവരുടെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു നിലനിന്ന് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് ലീഗിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ലീഗിന് അധികാരം ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി തന്നെയാണ്. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ കേരളം തന്നെ ചർച്ച ചെയ്തതാണ്. ലീഗ് അധികാരമില്ലാത്തത് കൊണ്ട് LDFിലേക്ക് പോകുമോ എന്ന ചർച്ചയൊക്കെ നടന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. ഏതായാലും ലീഗിനെ സംബന്ധിച്ച്, അതായത് മലബാർ മേഖലയാണ് ലീഗിന്റെ ശക്തി കേന്ദ്രമായി നിൽക്കുന്നത്. ആ മേഖല കഴിഞ്ഞ തവണ അവർ സുരക്ഷിതമായി നിർത്തി. ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് വളരെ ശക്തമായി തന്നെ നിലനിർത്തി. അതേ രീതിയിൽ തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു നീക്കം തന്നെയായിരിക്കും ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് കർമ്മ പദ്ധതി മിഷൻ 2026 വയനാട്ടിലെ ക്യാമ്പിൽ ഇന്ന് അവതരിപ്പിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗവും ഇന്ന് കോഴിക്കോട് ചേരും. സ്ഥാനാർത്ഥികൾ സീറ്റുമാറൽ വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്ന് സൂചനയുണ്ട്. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. വിനീഷ്, ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ഇന്ന് കോഴിക്കോട് ചേരുകയാണ്. എന്തെല്ലാം ഘടകങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉരുത്തിരിഞ്ഞു വരിക? മായ, പ്രധാനമായും ഇത് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിന് എങ്ങനെ സജ്ജമാകണം, അതിനുള്ള ഏതൊക്കെ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇത് സംബന്ധിച്ചുള്ള മുസ്ലിം ലീഗിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇന്ന് തീരുമാനമാവുക. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെക്കുറെ അവർക്ക് ധാരണയായിട്ടുണ്ടാവാനാണ് സാധ്യത. കാരണം അങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. കാരണം അതിൽ വലിയ തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. ചില സീറ്റുകൾ UDFിൽ ചില സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ട്, ചില സീറ്റുകൾ വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുണ്ടാവും. അതിൽ പ്രധാനമായും കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോഴിക്കോട് തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ വിജയിക്കാറില്ല. കാരണം അവിടെ ഒരു ക്രിസ്ത്യൻ വോട്ടുകളുടെ വലിയ ഒരു കൺസൾട്ടേഷൻ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ആ സീറ്റ് ഒരു പക്ഷേ CMPക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. CMPയിലെ CP ജോൺ അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. അത് മുസ്ലിം ലീഗ് കൂടി സ്വാഗതം ചെയ്തിട്ടുണ്ട്. പകരം മറ്റൊരു സ്ഥലത്ത് ഒരു മുസ്ലിം ലീഗിന് മറ്റൊരു സീറ്റായിരിക്കും ലഭിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പേരാമ്പ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിൽ നിന്ന് മറ്റ് UDF കോൺഗ്രസ് തന്നെ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന് കാര്യമായ ഒരു സ്വാധീനം ഇല്ലാത്തൊരു സ്ഥലമാണ്. UDFിന് കാര്യമായൊരു സ്വാധീനം ഇല്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ രീതിയിൽ മേൽക്കൈ നേടുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വരികയാണെങ്കിൽ പകരം മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെയുള്ള ഒരു വെച്ചുമാറലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. അത് മലപ്പുറമാണെങ്കിലും മറ്റുള്ള കണ്ണൂരാണെങ്കിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കോൺഗ്രസ് പ്രധാനമായും പറയുന്നത് മുസ്ലിം ലീഗ് ഏറ്റവും വലിയ കക്ഷിയാണ്. മലബാറിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുമായി ഒരു വിലപേശലിൻ്റെ ആവശ്യമല്ല. മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകണം എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ ഒരു വിലപേശലിന് പോകാനുള്ള ഒരു സാധ്യത കൂടിയില്ല. എങ്കിൽ പോലും അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. അത് പ്രധാനമായും മലപ്പുറമാണ്. അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരും കാസർഗോഡും ചില ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ സീറ്റ് ആവശ്യപ്പെടും. മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും പോകുമ്പോൾ അവിടെയും ചില സീറ്റുകൾ, ഒറ്റപ്പെട്ട സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ ഒരു സഹായമില്ലാതെ മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ പോലും അത്തരം സ്ഥലങ്ങളിൽ കൂടി ലീഗ് സീറ്റ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാനമായും മലബാർ തന്നെയാണ്. അതിൽ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങൾ, കോഴിക്കോടും മലപ്പുറവും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീറ്റ്, എത്ര സീറ്റ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വീണ്ടും വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായി ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളും ഇപ്പോൾ തന്നെ അതിന് സജ്ജമാകേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യോഗം, എന്തായാലും ഇങ്ങനെ വർക്കിംഗ് കമ്മിറ്റി ചേരുന്നത്. ഇതിൽ വരും ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാവും ചർച്ച ചെയ്യുക. മായ.
ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് കോട്ടുളി തണ്ണീർത്തടത്തിൽ കൂറ്റൻ കെട്ടിടം നിർമ്മിച്ചത് താൽക്കാലിക ഷെഡ് നിർമ്മിക്കാനുള്ള അനുമതിയുടെ മറവിലെന്ന് രേഖകൾ. സരോവരം ഡ്രീം സിറ്റിയിൽ ഉൾപ്പെട്ട പ്രദേശമായതിനാൽ കെട്ടിട നിർമ്മാണം അനുവദിക്കാനാവില്ലെന്ന് 2014 കോർപ്പറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇത് മറികടന്നാണ് 85,000 ചതുരശ്ര അടിയിൽ കെട്ടിടം നിർമ്മിച്ചത്. സംരക്ഷിത മേഖലയായി നിലനിർത്തിയ കോട്ടുകുളി തണ്ണീർത്തടത്തിൽ കെട്ടിട നിർമ്മാണം അനുവദിക്കാനാവില്ലെന്ന് മുൻ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചപ്പോൾ ഭൂവുടമ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് 2014 അന്നത്തെ സെക്രട്ടറി തടസ്സവാദം ഉന്നയിച്ച് വസ്തുതാവിവരണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകിയത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പ്രസ്തുത ഭൂമിയിൽ കെട്ടിട നിർമ്മാണം അനുവദനീയമല്ല. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് സരോവരമെന്ന് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി കെട്ടിട നിർമ്മാണത്തിന് തുടക്കമിടുകയായിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറി മാറിയതോടെ ഭൂമാഫിയയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങി. ഭൂവുടമയായ എമറാൾഡ് ഫൈസലിന് അനുകൂലമായി കോർപ്പറേഷൻ ഭരണസമിതിയിലെ ചിലരും നിന്നതോടെയാണ് അനധികൃതമായി കാലിക്കറ്റ് ട്രേഡ് സെന്റർ കെട്ടിപ്പൊക്കിയതെന്നാണ് ആരോപണം. എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം സൂപ്പർ ക്രോസിംഗ് ബൈക്ക് റേസിംഗിന് നൽകിയ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. സ്റ്റേഡിയം നശിപ്പിച്ച സംഭവത്തിൽ കർശന നടപടി വേണമെന്നാണ് UDF കൗൺസിലർമാരുടെ ആവശ്യം. സ്റ്റേഡിയം ഈ മാസം 25-നകം പഴയപടിയാക്കുമെന്നാണ് ബൈക്ക് റേസിംഗ് സംഘാടകർ KFA അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുകയാണ്. വിനീഷ്, ഏതായാലും ബൈക്ക് റേസിംഗിന്റെ ഭാഗമായി സ്റ്റേഡിയം ആകെ താറുമാറായി കിടക്കുകയാണ്. ഇതിനിപ്പോൾ പുനർനിർമ്മിക്കണം. അതിനുള്ള നീക്കങ്ങൾ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മായ, സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു സ്റ്റേഡിയം, കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം, സൂപ്പർ ലീഗും എല്ലാം മത്സരങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്റ്റേഡിയം ഇത്തരത്തിൽ ബൈക്ക് റേസിങ്ങിന് അനുവദിക്കാൻ പാടില്ലെന്നുള്ള നിലപാട് തന്നെയാണ് UDFിൻ്റേത്. UDFിലെ കൗൺസിലർമാർ അത് വ്യക്തമാക്കിയതുമാണ്. കാരണം നമുക്കറിയാം, ഇത് വ്യാപകമായി തന്നെ ഈ സ്റ്റേഡിയത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ നാശനഷ്ടങ്ങളെല്ലാം പരിഹരിച്ച് 25-നകം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പഴയപടിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആവാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം പുല്ലുകൾ അതിൻ്റെ പാർശ്വഭാഗവും കഴിഞ്ഞിരിക്കുന്നു. ആ പുല്ലുകളെല്ലാം തന്നെ ഇനി കിളിർത്ത് വരേണ്ടതുണ്ട്. അതിനിപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഇറിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പുല്ല് വളർത്താനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ 25-നകം പഴയ അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നിലപാടിലേക്ക് UDF കൗൺസിലർമാർ പോകുന്നത്. കാരണം ഈ 15-നകം ഈ വിഷയം പരിഹരിക്കാമെന്നായിരുന്നു ആദ്യം ഈ സംഘാടകർ പറഞ്ഞിരുന്നത്. ഇക്കാര്യം മേയർ O സദാശിവൻ തന്നെ വ്യക്തമാക്കിയതാണ്. 15-നകം തന്നെ പഴയപടിയാക്കുന്നത്. എന്നാൽ പിന്നീട് അവർ 25-ലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇതിങ്ങനെ നീണ്ടുപോകുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് UDF കൗൺസിലർമാർ. ഇത് എന്തായാലും കൗൺസിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് UDFിൻ്റെ കൗൺസിലർമാർ പറയുന്നത്. ഒപ്പം തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷന് 20 ലക്ഷം രൂപ ഈ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കേരള ഫുട്ബോൾ അസോസിയേഷനാണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ ചുമതല അവർക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ അസോസിയേഷന് 20 ലക്ഷം രൂപ ഈ ബൈക്ക് റേസിംഗ് സംഘാടകർ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ കോർപ്പറേഷനിൽ ഒരു രൂപ പോലും കോർപ്പറേഷനിലേക്ക് ലഭിച്ചിട്ടില്ല എന്നും UDF കൗൺസിലർമാർ പറയുന്നുണ്ട്. ഇതിൽ ഒത്തുകളി നടന്നിട്ടുണ്ടാവാം, ഇതിൽ വലിയ ലക്ഷങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും UDF കൗൺസിലർമാർ പറയുന്നുണ്ട്. എന്തായാലും പരമാവധി ഒരു 25-ാം തീയതി വരെ നോക്കാം. അതിനുശേഷവും ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും കൗൺസിലർമാരുടെ തീരുമാനം. മായ, വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇടുക്കി പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയോരത്ത് വരെ കാട്ടാന എത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലാണ് കാട്ടാന ഇറങ്ങിയത്. പ്രദേശവാസികൾ എത്തിയപ്പോഴേക്കും കാട്ടാന ഇവിടെ നിന്നും മാറി തേയിലക്കാട്ടിൽ നിലയുറപ്പിച്ചു. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ആരും ആനയെ കണ്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് 6:30. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്ത് സ്കൂളാണ്, കടയിലുണ്ട്, ജനവാസ മേഖലയാണ്, പള്ളിയുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ കാടിലൂടെയാണ് നടന്നു പോകുന്നത്. ആനയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആശങ്കയായി. ഞങ്ങൾക്കും ഒരുപാട് പേടിയാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എത്ര വന്യമൃഗങ്ങളെ ഞങ്ങൾ നേരിടണം എന്നുള്ളത് അറിഞ്ഞുകൂടാ. വനപാലകരുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പീരുമേടിന്റെ വിവിധ മേഖലകളിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാണെങ്കിലും ഇതാദ്യമായാണ് ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് കാട്ടാനയെത്തുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആനയെ കാണുക. ഈ കാലങ്ങളിൽ എൻ്റെ ഈ 67 വയസ്സിനിടയ്ക്ക് ആന വന്ന് വെച്ചിട്ടുണ്ട് അവിടെ നിൽക്കുക.
അത് മെയിൻ റോഡിൽ ക്രോസ് കടന്ന് താഴെ പോയിട്ടുണ്ട്. താഴെ ഇറങ്ങി നിൽക്കുക, അവിടെ വീണ്ടും നിൽക്കുക. അത് കയറി വരുന്നുണ്ട് പോലെ തോന്നുന്നുണ്ട്. വിവിധയിടങ്ങളിൽ കാട്ടാനകൾ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലൂടെ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്ന സ്ഥലത്തിന് സമീപമാണ് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായത്. ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം, ഹർഫിഷ ഫാത്തിമ, ഷിഫ ഉൽ റഹ്മാൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീലുകളിലാണ് വിധി. കേസിൽ പ്രതികളുടെയും ഡൽഹി പോലീസിന്റെയും വാദം ഡിസംബർ 10 പൂർത്തിയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ കോടതി വിധി പറയാൻ പോവുകയാണല്ലോ, എന്താണ് വിവരങ്ങൾ? ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ചാരിങ്ങ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുന്നത്. നേരത്തെ ഡൽഹി ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിന്റെ വാദങ്ങൾ ഡൽഹി പോലീസിന്റെയും ഒപ്പം തന്നെ പ്രതികളുടെയും വാദങ്ങൾ ഡിസംബർ 10 പൂർത്തിയായിരുന്നു. തുടർന്ന് ശൈത്യകാല അവധിക്ക് ശേഷം ക്രിസ്മസ് അവധിക്ക് ശേഷം ഇത് വിധി പറയാം എന്ന രീതിയിൽ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇതിൽ തന്നെ പ്രധാനമായി ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് കൃത്യമായൊരു നിലപാടാണ് ഡൽഹി പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 2020 ഫെബ്രുവരിയിലാണ് ഡൽഹി കലാപം ഉണ്ടാകുന്ന 53 പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. 300-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഉമർ ഖാലിദ് അടക്കം നടത്തിയ ചില പ്രസംഗങ്ങളാണ്. അതാണ് ഡൽഹി കലാപത്തിലേക്ക് വഴിവെച്ചത്. ഇത്തരം വലിയ തരത്തിലുള്ള ആസൂത്രണം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. വളരെ ആസൂത്രിതമായി തീരുമാനങ്ങൾ എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രകോപനപരമായ ചില പ്രസംഗങ്ങൾ നടത്തുകയും മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയൊക്കെ ചെയ്യുന്നു. പ്രത്യേക മുദ്രാവാക്യങ്ങൾ രാജ്യവിരുദ്ധമായി ക്യാമ്പസുകളിൽ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ക്യാമ്പസുകളിൽ തുടങ്ങിയ പ്രതിഷേധം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധമാണ് തെരുവിലേക്ക് എത്തുന്നത്. അത് തെരുവിലേക്ക് എത്തുകയും അതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത് ഈ പ്രതിപ്പട്ടികയിലുള്ളവരാണ് എന്ന് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ പോലീസും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകുന്നത് ശരിയാകില്ല. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ സാഹചര്യത്തിൽ ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ അത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകുക എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ മതിയായ തെളിവുകൾ ഇല്ല എന്ന് തന്നെയാണ് പ്രതികൾ വ്യക്തമാക്കുന്നത്. പോലീസ് കൂട്ടിച്ചേർത്ത പല തെളിവുകളും കൂട്ടിയോജിപ്പിച്ച കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് തങ്ങളെ കുറ്റവാളികളാക്കിയത് എന്നുള്ളതാണ് പറയുന്നത്. 5 വർഷമായി പ്രതികളൊക്കെ തന്നെ ജയിലിലാണുള്ളത്. മാത്രമല്ല ഇതിനിടയിൽ ചില പ്രത്യേക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരെ വിടുന്നത് ശരിയാകില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാമെന്നുകൂടിയാണ് പോലീസ് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. നേരത്തെ ഈ വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നുവെന്ന് പ്രതികൾ ആരോപിച്ചിരുന്നു. 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാമെന്ന് ഡൽഹി പോലീസ് അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അമേരിക്ക തടവിലാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മർഡോയെയും ഭാര്യ സിറിയ ഫ്ലോറസിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. US ഫെഡറൽ സർക്കാർ 15 വർഷമായി തുടരുന്ന ക്രിമിനൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ് നടപടിക്രമങ്ങൾ തുടങ്ങുക. 6 കേസുകളിൽ മദുറോ പ്രതിയാണ്. മാൻഹാട്ടനിലെ US ജില്ലാ കോടതി ജഡ്ജി ആൽവിൻ കെ ഹെൽസിന് മുൻപാകെയാണ് ഇരുവരെയും ഹാജരാക്കുക. ഇതോടെ വർഷങ്ങൾ നീളുന്ന വിചാരണയ്ക്ക് തുടക്കം കുറിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. വെനിസ്വേലയുമായി അമേരിക്ക യുദ്ധത്തിലല്ലെന്നാണ് ആക്രമണം നടത്തി 24 മണിക്കൂർ പിന്നിടുമ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ആദ്യ പ്രതികരണം. എന്നാൽ തങ്ങളുടെ പ്രദേശമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ വെനിസ്വേലയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനിടെ ഡെൽസി റോഡ്രിഗസ് വെനിസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. ഒരു രാജ്യത്തിന്റെയും കോളനിയാകാൻ വെനിസ്വേല നിൽക്കില്ലെന്ന് പറഞ്ഞ ഡെൽസി ബഹുമാനം ലഭിക്കാത്ത ഒരിടത്തും ചർച്ചകൾക്കില്ലെന്നും പറഞ്ഞു. അമേരിക്കയുടെ അതിക്രമങ്ങൾക്കെതിരെ തെരുവിൽ പ്രതികരിക്കുമെന്നാണ് മദുറോയുടെ മകൻ നിക്കോളാസ് മദുറോ ഗുവേര പ്രതികരിച്ചത്. UN രക്ഷാസമിതി ഇന്ന് ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. പക്ഷേ UN എന്ന സംഘടനയ്ക്ക് അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ UNന്റെ ഒരു തീരുമാനവും അമേരിക്കയെ സ്വാധീനിക്കില്ല. അതേസമയം ലോകരാജ്യങ്ങൾ കുറച്ചുകൂടി തങ്ങളുടെ നിലപാടുകൾ ഐക്യരാഷ്ട്രസമിതിയിൽ വ്യക്തമാക്കാനുള്ള സാഹചര്യമൊരുങ്ങും. നേരത്തെ തന്നെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് അമേരിക്കൻ ആക്രമണത്തിന്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. വെനിസ്വേലയിൽ അമേരിക്കയുടെ യഥാർത്ഥ പദ്ധതി എന്ത് എന്നതിൽ ഇനിയും വ്യക്തമായ സൂചന ട്രംപ് ഭരണകൂടം നൽകിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോർ എവർ.
ശബരിമലയിൽ ഇന്നും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തലും ഫ്ലൈ ഓവറും ഒക്കെ നിറഞ്ഞ് ദർശനത്തിനായി തീർത്ഥാടകർ കാത്തു നിൽക്കുകയാണ്. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്നതു മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ശബരിമലയിൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 99,149 ഭക്തരാണ് ശബരിമലയിൽ എത്തിയത്. സന്നിധാനത്ത് നിന്ന് സുധീഷ് ചേരുകയാണ്. സുധീഷ്, സന്നിധാനത്ത് വലിയ തിരക്കാണ് അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അങ്ങനെ തുടർന്നു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം അവധി ദിവസമായതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലുള്ള കണക്കുകൂട്ടലുണ്ടായിരുന്നു. അത്തരത്തിൽ തീർത്ഥാടകർ കൂടുതലായെത്തി. അവധി ദിവസങ്ങളോട് അല്ലെങ്കിൽ പോലും ഇപ്പോൾ തീർത്ഥാടകർ കൂടുതലായി ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമാകുന്നതിന്റെ കൂടിയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതലായി തീർത്ഥാടകർ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ എന്തായാലും പുല്ലുമേട് വഴിയും എരുമേലി വഴിയും ഒക്കെ തീർത്ഥാടകർ കൂടുതലായി എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അന്യസംസ്ഥാന തീർത്ഥാടകരുടെ കണക്ക് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ദിവസങ്ങളൊക്കെ തന്നെ തീർത്ഥാടകർക്ക് ഏറെ നേരം ക്യൂ നിന്ന് വേണം അയ്യപ്പ ദർശനം നടത്തേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കുട്ടികളും മാളികപ്പുറങ്ങളും ഒക്കെ ഇത്തരത്തിൽ ഏറെ നേരം ക്യൂ നിന്ന് അവർ ക്ഷീണിതരായി ദർശനത്തിന് കാഴ്ച കൂടി ഉണ്ടായിരുന്നു. എങ്കിൽ പോലും സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ മാളികപ്പുറയും ഒക്കെ വീണ്ടും ക്യൂവിൽ നിർത്താതെ മറ്റൊരു സംവിധാനത്തിലൂടെ ദർശനത്തിന് ശബരീശന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഒരുക്കിയിരുന്നു. അത്തരത്തിൽ അവർക്ക് ദർശനത്തിന് സുഗമമായ ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു. പക്ഷേ ഈ ഏറെ നേരം കാത്തുനിന്ന് ദർശനത്തിന് എത്തുന്ന അത് തീർത്ഥാടകർ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ശബരീശ ദർശനം കഴിയുമ്പോൾ അവർ ഇതെല്ലാം മറന്നുകൊണ്ട് തിരികെ വീടുകളിലേക്ക് മറന്ന സാഹചര്യം കൂടെ ഉണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മകരവിളക്ക് മഹോത്സവത്തിനായി നടത്തുന്ന ദിവസം മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. 100,000 മുകളിൽ തീർത്ഥാടകർ എത്തിയ ദിവസവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഏതായാലും ജനുവരി 14 മകരവിളക്ക് മഹോത്സവം. ഇതിനായിട്ടുള്ള ഒരുക്കങ്ങളും ശബരിമലയിൽ ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ അവലോകന യോഗങ്ങൾ പമ്പയിലും ശബരീശ സന്നിധിയിലും ഒക്കെ നടന്നുവരുന്നു. പമ്പയിൽ കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നു. പ്രധാനമായും ഈ ശബരിമല മകരവിളക്ക് സീസണോടനുബന്ധിച്ച് കൂടുതൽ തീർത്ഥാടകർ എത്തുമ്പോൾ ഉൾപ്പെടെ എത്തുമ്പോൾ അവർക്ക് ആവശ്യം. ശരി, സുധീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്നതു മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ഇന്നും തുടരുകയാണ് ശബരിമലയിൽ. മലയാളി മനസ്സിനെ തൻ്റെ ഗാനങ്ങളാൽ തൊട്ടറിഞ്ഞ സംഗീത സംവിധായകനാണ് എം ജി രാധാകൃഷ്ണൻ. സംഗീത ലോകത്തിലെ അദ്ദേഹത്തിൻ്റെ ശൂന്യതയ്ക്ക് ഇതുവരെ പകരക്കാരൻ എത്തിയിട്ടില്ല. എം ജി രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരത്ത് ഒരു പാർക്കുണ്ട്. അവിടെ എത്തുന്നവർക്ക് ആ ഓർമ്മകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ആസ്വദിക്കാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ്റെ ഗാനങ്ങൾ കേട്ടുകൊണ്ട് ഒരു സായാഹ്നം. എന്ത് മനോഹരമാണല്ലേ? എങ്കിൽ തിരുവനന്തപുരം തൈക്കാട് എം ജി രാധാകൃഷ്ണൻ്റെ പേരിലുള്ള ഈ പാർക്കിലെത്തിയാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കൊപ്പം ആ മനോഹര ഗാനങ്ങളും നിങ്ങൾക്ക് ആസ്വദിക്കാം. മലയാളി ഒരിക്കലും മറക്കാത്ത ഒരുപിടി മധുര ഗാനങ്ങൾ സമ്മാനിച്ച എം ജി രാധാകൃഷ്ണന്റെ ഓർമ്മകളാണ് ഈ പാർക്കിൽ നിറയുന്നത്. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഇവിടെ ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയിൽ എം ജി രാധാകൃഷ്ണന്റെ ഗാനങ്ങൾ അലയടിക്കും. തൈക്കാട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് സമീപമാണ് എം ജി രാധാകൃഷ്ണൻ പാർക്ക് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകിയ സ്ഥലത്ത് എം ജി രാധാകൃഷ്ണൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. അദ്ദേഹം ഈണം നൽകിയ ഒരുപാട് സിനിമകളുടെ ഗാനങ്ങളും അതുപോലെ ലളിത സംഗീതവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പ്രതിമ സ്ഥാപിച്ച് ഇത് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഒരു പുതിയ അനുഭവമാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 വരെയാണ് പ്രവൃത്തി സമയം. വൈകുന്നേരം 6 മണിയോടെ വൈദ്യുതി വിളക്കുകൾ കത്തിത്തുടങ്ങും. എം ജി രാധാകൃഷ്ണൻ എന്ന പ്രതിഭയുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ ചിത്രങ്ങളായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.
കത്തുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ ചിത്രങ്ങൾക്ക് ജീവനുണ്ടെന്ന് തോന്നിപ്പോകും. MG രാധാകൃഷ്ണന്റെ വീടിന് സമീപത്ത് തന്നെയാണ് പാർക്കുള്ളത്. ഇവിടെ എത്തുന്ന പലരും അദ്ദേഹത്തെയും കുടുംബത്തെയും അടുത്തറിയുന്നവരുമാണ്. ആ പഴയ ഓർമ്മകളിലേക്ക് കൂടിയാണ് ഈ പാർക്ക് അവരെ എത്തിക്കുന്നത്. സംഗീത കോളേജിന്റെ അടുത്ത് താമസിച്ചിരുന്നപ്പോഴും പിന്നീട് മേടയിൽ വീട്ടിലേക്ക് താമസം മാറിയപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വളരെ അടുത്ത ആത്മബന്ധമുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടേതും. എൻ്റെ അച്ഛൻ കൃഷ്ണ ഇളമൺ മെർലാൻഡ് സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹവും നാച്ചുറലായിട്ടും അദ്ദേഹവും MG രാധാകൃഷ്ണൻ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ പാർക്കിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ വളരെ പഴയ കാലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. സംഗീതം മനുഷ്യന് മരുന്നാകും. വന്ദേ മുകുന്ദഹരെയും സൂര്യകിരീടവും നിലാവിൻ്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളെയുമൊക്കെ മലയാളിയുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ കേൾപ്പുള്ളവയാണ്. MG രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭ നമ്മളെ വിട്ട് പിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ അന്നും ഇന്നും എന്നും കാലമോർക്കും. കാലം മായ്ക്കാത്ത ആ ഗാനങ്ങൾക്ക് കാതോർത്ത് ഈ പാർക്കിലിരിക്കുമ്പോൾ നമ്മുടെ സായാഹ്നങ്ങളെ മനോഹരമാക്കാൻ മറ്റെന്താണ് വേണ്ടത്? ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇതിൽ ആതിര വളരെ മനോഹരമായി തന്നെ ആ പാർക്കിനെ പരിചയപ്പെടുത്തുന്നു. മലബാർ മേഖലയിൽ നടന്നു വരുന്ന ആചാരമാണ് മുത്തപ്പൻ വെള്ളാട്ടം. കഴിഞ്ഞ 20 വർഷമായി കൊച്ചി നഗരത്തിലും വെള്ളാട്ടം നടത്തിവരുന്നു. 2 ദിവസം നീണ്ടുനിന്ന ഈ വർഷത്തെ പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഉത്തര മലബാർ മേഖലയിൽ പരമ്പരാഗത സംഗീതം, നൃത്തം, ശ്രീ മുത്തപ്പൻ വഴിപാടുകൾ എന്നിവ ഉൾപ്പെടുന്ന ചടങ്ങാണ് വെള്ളാട്ടം. കിരാതരൂപിയായി ശ്രീ മഹാദേവൻ കുടികൊള്ളുന്ന അതിപ്രശസ്തമായ പറശ്ശിനിക്കടവ് മടപ്പുര ക്ഷേത്രത്തിൽ കെട്ടിയാടുന്ന മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടെയുമായിരുന്നു കൊച്ചിയിലും പരിപാടി നടന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മലയിറക്കൽ ചടങ്ങോടെ ആരംഭിച്ച ഉത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം, സന്ധ്യാവേല, മുത്തപ്പ ദർശനം, കളിപ്പാട്ട് എന്നിവ നടന്നു. ഞായറാഴ്ച പുലർച്ചെ 6-ന് ശ്രീ മുത്തപ്പൻ തിരുവപ്പന, വെള്ളാട്ടം, പള്ളിവേട്ട എന്നിവയും ആചരിച്ചു. രാവിലെ 6:45-നായിരുന്നു മുത്തപ്പ ദർശനം. വൈകിട്ട് 5:30 നടന്ന തിരുമുടി ഇറക്കലോടെ ഈ വർഷത്തെ ഉത്സവം സമാപിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ശശീന്ദ്രൻ പെരുവണ്ണാന്റെ നേതൃത്വത്തിലുള്ള 13-അംഗ സംഘമാണ് ചടങ്ങുകൾ നിർവഹിച്ചത്. കേരളത്തിൽ മാത്രമല്ല അന്യദേശത്തും വിദേശത്തുള്ള മുത്തപ്പൻ്റെ കർമ്മമായി വന്നിട്ട് 10-21 വർഷമായി. അപ്പോൾ ഇനിയും ഇത് തുടർന്ന് പോകട്ടെ എന്നുള്ള ഒരു ആഗ്രഹം തന്നെ. ഇനിയും വരും തലമുറക്കും ഇത് നന്മയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ. ഞങ്ങൾക്ക് ചിലർക്ക് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിൽ ഞങ്ങൾ തീരുമാനിച്ചു മുത്തപ്പനെ ഇവിടെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയടിച്ച് ആ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുശേഷം അതിന് ഭയങ്കര റെസ്പോൺസ് ഉണ്ടായി. അതിൻ്റെ പേരിൽ ഞങ്ങൾക്കിത് സമുചിതമായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട്. ഓരോ ഭക്തർക്കും ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനം നിർത്താൻ പറ്റാതെ എല്ലാ കൊല്ലവും തുടർച്ചയായി 21 വർഷം കൊണ്ടാടുകയാണ്. ഈ ഭക്തജനങ്ങളുടെ അനുഭവമാണ് ഈ ഉത്സവം ഇത്ര ഭംഗിയാക്കി കൊണ്ടു നടക്കാൻ സാധിച്ചത്. കഴിഞ്ഞ 20 വർഷമായി ശ്രീമുത്തപ്പൻ മഹോത്സവം കൊച്ചിയിൽ മുടങ്ങാതെ നടന്നു വരുന്നുണ്ട്. എറണാകുളം ശ്രീമുത്തപ്പൻ സമിതിയുടെ നേതൃത്വത്തിലാണ് വെള്ളാട്ടം തിരുവപ്പന മഹോത്സവം നടക്കുന്നത്. 3-ാം തീയതി രാത്രിയിലും 4-ാം തീയതി ഉച്ചയ്ക്കും പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കമ്പ്യൂട്ടറുകളെ പോലെ വേഗത്തിൽ കൊച്ചുമെടുക്കാർ കണക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതാണ് അബാക്കസ്. സംഖ്യാശാസ്ത്രത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച 18ാമത് SMA അബാക്കസ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ശ്രീഹരി ജെ നായർ ദേശീയ ചാമ്പ്യനായി. അഭിനവ് P. സുധീഷ്, രാഹുൽ S. എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ നടന്ന മേളയുടെ ഉദ്ഘാടനം ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് ഓൺലൈനായി നിർവഹിച്ചു. 69812617462598641 that is 76 right answer. ആലുവ സ്വദേശിയായ ജയരാജിന്റെയും സൗമ്യയുടെയും മകനാണ് ശ്രീഹരി.
ആലുവ ജ്യോതി നവാസ് പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എളമക്കര ഭവൻസിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് 2ാം സ്ഥാനക്കാരനായ അഭിനവ് പി സുധീഷ്. വൈക്കം വാർവിൻ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് 3ാം സ്ഥാനം നേടിയ രാഹുൽ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 3000-ലധികം സ്കൂൾ വിദ്യാർത്ഥികളാണ് മത്സരത്തിന്റെ ഭാഗമായത്. അബാക്കസ് മത്സരം, അബാക്കസ് സ്കിൽസ് ഡെമോൺസ്ട്രേഷൻ, 600 വർഷത്തെ കലണ്ടർ മെമ്മറി ടെക്നിക്, ക്യൂബ് മത്സരം, ഹൈസ്പീഡ് അബാക്കസ് ഓറൽ മത്സരം എന്നിവ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നടന്നു. ആദ്യം ഒരു റുബിക്സ് ക്യൂബ് വെള്ളയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ ആദ്യം വെള്ളയിലെ 4 കട്ടകൾ സോൾവ് ചെയ്യുക. ഇതിന് പലവിധ ആൽഗോറിതംസുമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പഠിക്കുക. എന്നിട്ട് പതിയെ ഇതിനേക്കാളും നല്ല ആൽഗോറിതംസ് പഠിക്കുക. ആദ്യത്തെ 2 സ്റ്റെപ്സ് SMA അബാക്കസിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ബാക്കി എല്ലാ സ്റ്റെപ്സും ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചു. പിന്നീട് എൻ്റെ അമ്മയുടെ ചോദിച്ച് തറവാക്കി പഠിച്ചു. ഇത് 2 മാസം എടുത്താണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കിയത്. ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ നടന്ന മേള ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷത്തെ വിജയികളും പരിപാടിയുടെ ഭാഗമായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുരുങ്ങിയ സുമയ സർക്കാരിനെതിരെ കോടതിയിലേക്ക്. നാളെ വഞ്ചൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, ഒടുവിൽ സുമയ ആരോഗ്യ വകുപ്പിനെതിരെ, ആശുപത്രിയുടെ ചികിത്സാ പിഴവിനെതിരെ കോടതിയിലേക്ക് നീങ്ങുകയാണ് അല്ലേ? മായ, തീർച്ചയായും സുമയ, ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയ നിലവിൽ ഏതായാലും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതിയിലായിരിക്കും നാളെ കേസ് ഫയൽ ചെയ്യുക. ഈ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാർ, അതുപോലെ തന്നെ ആശുപത്രി അധികൃതർ, സർക്കാർ ആരോഗ്യ വകുപ്പ് എന്നിവരെ പ്രതി ചേർത്തുകൊണ്ടായിരിക്കും കേസ് ഫയൽ ചെയ്യുക. വഞ്ചിയൂർ പെർമനന്റ് ലോ അദാലത്തിലാണ് കേസ് നിലവിൽ ഫയൽ ചെയ്യാൻ സുമയ ഒരുങ്ങുന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് സുമയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഹർജി നൽകാൻ നിലവിൽ ഉദ്ദേശിക്കുന്നത്. ഈ 2023 ഇത്തരത്തിൽ തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശസ്ത്രക്രിയ സുമയ ചെയ്യുന്നത്. ഈ ശസ്ത്രക്രിയക്കിടെയാണ് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങുന്നത്. സുമയ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധം സുമയും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ നടത്തിയിരുന്നു. ആ സമയത്ത് സുമയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്നുകിൽ തന്റെ ശരീരത്തിൽ നിന്നും ഈ ഗൈഡ് വയർ പുറത്തെടുക്കുക, അതല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതായിരുന്നു. 2 തവണ ഡോക്ടർമാർ ഇത്തരത്തിൽ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും ആ 2 തവണയും പരാജയപ്പെടുകയായിരുന്നു. മാത്രമല്ല, ഈ ഗൈഡ് വയർ സുമയുടെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും നിലവിൽ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കാത്തതിനാൽ തന്നെയാണ് ഈ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സുമയ ഇപ്പോൾ ഏതായാലും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ ഡോക്ടർമാർ നിലവിൽ ഈ ശസ്ത്രക്രിയ നടത്തി ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് സംബന്ധിച്ചുള്ളൊരു ആലോചനയിലൊക്കെയാണ്. പക്ഷേ അത്തരത്തിൽ എടുത്തു കഴിഞ്ഞാലും അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്നൊരു ആശങ്ക സുമയെ നേരത്തെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിരുന്നതാണ്. നിലവിൽ ഏതായാലും 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സുമയ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു. പാലക്കാട് ഞാങ്ങാട്ടിരിയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ വെച്ച് നടക്കും. സംവിധായകൻ മേജർ രവിയുടെ സഹോദരനാണ്. റീസാവാനിരിക്കുന്ന റേച്ചലിലാണ് അവസാനം അദ്ദേഹം അഭിനയിച്ചത്. അമൃതയിൽ നടന്ന ലോക പ്രശസ്ത പ്രോഗ്രാമിംഗ് മത്സരമായ ഇന്റർനാഷണൽ കോളേജിയേറ്റ് പ്രോഗ്രാമിംഗ് കോൺടെസ്റ്റ് മത്സരത്തിൽ IIT ഖോരഗ്പൂർ 1ാം സ്ഥാനം നേടി. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലാണ് മത്സരങ്ങൾ നടന്നത്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ ICPC ഗ്ലോബൽ ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ഡയറക്ടർ വെറോണിക്ക സോബോലേവ, ജെറ്റ് ബ്രെയിൻ ഡെവലപ്മെന്റ് അഡ്വക്കേറ്റ് ജൈദിന്ത്യ കേമാനി, ഡോക്ടർ രാജൻ, ഡോക്ടർ പ്രേമ നെടുങ്ങാടി എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രോഗ്രാമിംഗ് മത്സരത്തിൽ IIT റൂർക്കി, IIT ഡൽഹി എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കി. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ P. അജിത് കുമാർ, ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, ഡോക്ടർ പ്രേമ നെടുങ്ങാടി എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ അൽഗോരിതം പ്രോബ്ലങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ പരിഹരിക്കുന്ന ടീമുകളാണ് വിജയിക്കുന്നത്. സമ്മാനങ്ങളോടൊപ്പം വിവിധ ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള തൊഴിലവസരങ്ങളാണ് ICPC മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത്. 1970-ൽ ICPC ഫൗണ്ടേഷൻ ആരംഭിച്ച ഇന്റർനാഷണൽ കോളേജിയേറ്റ് പ്രോഗ്രാമിംഗ് കോൺടെസ്റ്റാണ് നിലവിൽ ഏറ്റവും പഴക്കം ചെന്നതും
പ്രശസ്തവുമായ പ്രോഗ്രാമിംഗ് മത്സരം. അമൃത ന്യൂസ്, കൊല്ലം. സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ക്വിസ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ നടന്നു. ശശി തരൂർ MP ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ക്വിസ് അസോസിയേഷനും അമൃത വിശ്വവിദ്യാപീഠവും സംയുക്തമായാണ് ക്വിസ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായുള്ള ക്വിസ് ചാമ്പ്യൻഷിപ്പ്. ജില്ലാ തലങ്ങളിലാണ് പ്രാഥമിക മത്സരം. 4ാം ക്ലാസ് മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സബ് ജൂനിയർ വിഭാഗത്തിലും 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂനിയർ വിഭാഗത്തിലും മത്സരിക്കാം. ക്വിസ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ ശശി തരൂർ MP ഓൺലൈനായി നിർവഹിച്ചു. കുട്ടികളുടെ അറിവിനെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാനുള്ള നല്ല അവസരമാണ് അമൃത വിശ്വവിദ്യാപീഠം ഒരുക്കുന്നതെന്ന് ശശി തരൂർ MP അമൃത ന്യൂസിനോട് പറഞ്ഞു. ഞാൻ വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെയും ഉദ്ഘാടനം ചെയ്തു ഈ കേരള സ്റ്റേറ്റ് ക്വിസ് കോമ്പറ്റീഷൻ. നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠവും ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യ എന്ന് പറഞ്ഞൊരു വലിയൊരു സ്ഥാപനം അവരൊരുമിച്ചാണ് എല്ലാ ജില്ലയിലും ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻസ് അവസാനത്തെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് ചെയ്യാൻ പോകുന്നത്. ഈ മത്സരത്തിൽ എന്താണ് കുട്ടികൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാനൊരു അവസരമാണ്. അതുമാത്രമല്ല അവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പങ്കെടുത്തിട്ട് അവരുടെ സ്വന്തം ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റിയും അവർ ഒരു അറിവിനെ ഷാർപ്പൻ ചെയ്യാനും നന്നാക്കാനും ഒരു വലിയൊരു അവസരമാണ്. IQA ഏഷ്യ ഡയറക്ടർ അനുരക്ഷത് ഗുപ്ത സ്വാഗതവും മുൻ DGP ലോക്നാഥ് ബെഹ്റ, അമൃത വിശ്വവിദ്യാപീഠം ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ എന്നിവർ ക്വിസ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ ആശംസകളും അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലാണ് ആദ്യ ജില്ലാതല മത്സരം നടക്കുക. ജനുവരി 6 കാസർഗോഡ് വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ രാവിലെ 8:30 മുതലാണ് ക്വിസ് മത്സരം. ഒരു സ്കൂളിന് എത്ര ടീമുകൾ വേണമെങ്കിലും പങ്കെടുപ്പിക്കാനാവും. ജില്ലാതല വിജയികൾക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കാനാകും. ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. IQA ഏഷ്യയിൽ ക്വിസ് പ്ലെയർ ആയി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഇതിനായി iqa.asia/registration എന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം 5 അക്ക രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് ഗൂഗിൾ ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട്. അറിവും വിജ്ഞാനവും പകരുന്ന ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ സംസ്ഥാന വിജയികളെ കാത്തിരിക്കുന്നത് 18 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ്. അമൃത ന്യൂസ്, കൊല്ലം. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഈ ഒരാഴ്ച വിപണിയിൽ നേട്ടം നിലനിന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് സഹായകരമായ ഘടകങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. ആഗോള വിപണികളിലുള്ള നേട്ടം തീർച്ചയായും നമ്മുടെ വിപണിയുടെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ച ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. രണ്ടാം തര ചെറുകിട ഓഹരികളിലും മുൻനിര ഓഹരികളിലേതുപോലെ തന്നെയുള്ള ഒരു മുന്നേറ്റം പ്രകടമായിരുന്നു. സാങ്കേതികമായി ഈ ഒരു നിലവാരം മുന്നോട്ട് നീങ്ങുമെന്നുള്ള സൂചന നൽകുന്നത് തന്നെയാണ്. ഒട്ടുമിക്ക മേഖലകളിലും ഈ ഒരു നേട്ടം പ്രകടമായിരുന്നു. പ്രത്യേകിച്ചും ബാങ്കിംഗ് ഓഹരികളിലും ഓട്ടോമൊബൈൽ ഓഹരികളിലും IT മേഖലയിലും ഈ ഒരു നിക്ഷേപ താല്പര്യം വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഈ ഒരു നിലവാരം നിലനിന്നേക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഒരുപോലെ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടരുന്നുണ്ട്. അവർ ഈ ഒരു നിലപാട് തുടരുകയാണെങ്കിൽ തീർച്ചയായും അതും വിപണി മുന്നോട്ട് നയിക്കുന്നതിൽ സഹായകമായി പ്രവർത്തിക്കുകയും ചെയ്യും. അടുത്ത ആഴ്ച മുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വന്നു തുടങ്ങും. ഇനി ആഭ്യന്തര തലത്തിൽ വിപണി പ്രോത്സാഹിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയാണ്. IT മേഖലയിലെ TCSന്റെ പ്രവർത്തന ഫലമാണ് ഈ ജനുവരി 12-ാം തീയതി പ്രതീക്ഷിക്കുന്നത്. TCSന്റെ പ്രവർത്തന ഫലം മികച്ചതാണെങ്കിൽ അത് ആ ഓഹരിക്കും ഒപ്പം തന്നെ IT മേഖലയിലേക്കും മൊത്തത്തിൽ വിപണിക്കും ഒരു പ്രോത്സാഹനം തന്നെയായിരിക്കും. ഇനി ഈ ഒരു ഘട്ടത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളായിരിക്കും വിപണിയെ മുന്നോട്ട് നയിക്കുക. ഒരു താരതമ്യേന മെച്ചപ്പെട്ട ഒരു പ്രവർത്തന ഫലങ്ങൾ 3-ാം ഭാഗത്തിൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ 26,800 എന്നുള്ള നിലവാരത്തിലേക്ക് മുൻനിര ഓഹരി സൂചിയായി നിഫ്റ്റി എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുന്നതുകൊണ്ട് തന്നെ വിപണിയിൽ നിക്ഷേപ താല്പര്യം പ്രതീക്ഷിക്കാം. ഈ ഒരാഴ്ച ആ ഒരു അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് നേട്ടത്തെ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ലാലിഗയിൽ ബെറ്റിസിനെതിരെ റയലിന് തകർപ്പൻ ജയം. 1-നെതിരെ 5 ഗോളുകൾക്കാണ് റയലിന്റെ ജയം. യുവതാരം ഗോൺസാലോ ഹാർഷ്യ ഹാട്രിക് നേടി. റൗൾ അസെൻസിയോയും ഫ്രാൻ ഹാർഷ്യയുമാണ് മറ്റു ഗോളുകൾ നേടിയത്. ബെറ്റിസിന്റെ ആശ്വാസ ഗോൾ നേടിയത് കുജോ ഹെർണാണ്ടസ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി മത്സരം സമനിലയിൽ പിരിഞ്ഞു.
മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാർ 75ൻ്റെ നിറവിൽ തിരുവനന്തപുരം പേയാടുള്ള വീട്ടിൽ ആഘോഷങ്ങൾ ഒന്നുമില്ലാതെയാണ് പിറന്നാൾ. ജന്മനക്ഷത്രം തൃക്കേട്ടയാണെങ്കിലും ജനുവരി 5-നാണ് കുടുംബം പതിവായി പിറന്നാൾ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ 14 വർഷമായി ജീവിതം വീൽചെയറിലാണെങ്കിലും മലയാളിയുടെ നിത്യജീവിതത്തിൽ ജഗതി എന്നും നിറസാന്നിധ്യമാണ്. ഇതിനിടെ മമ്മൂട്ടി ചിത്രമായ CBI 5-ൽ ജഗതി മുഖം കാണിച്ചിരുന്നു. പുതുതായി ഒരു സിനിമയിൽ അഭിനയിച്ചതായാണ് ഈ വർഷത്തെ സന്തോഷം. ചിത്രീകരണം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പൂർത്തിയായി. ജഗതിക്ക് ജന്മദിനാശംസകൾ നേരുകയാണ് അമൃത TV. അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനലിൽ. നമസ്കാരം.